ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാത വചനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 206-ാമത്തെ ദിവസമാണ്. ഇന്ന് 577-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം പറഞ്ഞത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. യേശുവിൻ്റെ സംവേദനത്വവും നേതൃത്വവും അതുല്യ മാതൃകയാണ്. വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച യേശു യഹൂദ യവന ബോധന സമ്പ്രദായം ഉൾക്കൊണ്ട് സാധാരണക്കാർക്ക് പ്രാപ്യമായ വിജ്ഞാന വിശകലനങ്ങളാണ് അവതരിപ്പിച്ചത്. അത് ലളിതവും ശക്തവും ഫലപ്രദവുമായി തീർന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവർ യേശുവിൻ്റെ മുഖ്യ ശ്രോതാക്കളായി. അവർ മുഖ്യധാരയിൽ തിരസ്കൃതരായ ജനവിഭാഗം ആയിരുന്നു. മീൻപിടുത്തക്കാരും കർഷകരും ചുങ്കക്കാരും സ്ത്രീകളും കുട്ടികളും എല്ലാം യേശുവിൻ്റെ സംവേദന വലയത്തിൽ ഉൾപ്പെട്ടു. സമൂഹത്തിലെ ചെറിയ മനുഷ്യരെയും കാണാതെ പോയവരെയും കണ്ടെത്തി ദൗത്യസംഘത്തിൽ ചേർത്തു. എന്നാൽ പ്രത്യക്ഷമായും പരോക്ഷമായും അധികാരികളും ജ്ഞാനികളും യേശുവിനെ അനുഗമിച്ച് വാക്കുകൾ കൊടുക്കുകയും കലഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശു ചിഹ്നവരെയും ചിതറിയവരെയും കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ ഭാഷയും ജീവിതവും ഉൾക്കൊണ്ട് അവരോട് താതാത്മ്യപ്പെട്ടു. അതിനാൽ മീൻപിടുത്തക്കാരും കർഷകരുമായി ബന്ധപ്പെട്ട എത്രയോ പ്രകൃതി ദൃശ്യങ്ങളും പദാവലികളുമാണ് യേശു പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തി പുത്തൻ അർത്ഥതലങ്ങൾ സൃഷ്ടിച്ചത്. ആകാശത്തിലെ പറവുകളും വയലിലെ താമരകളും മത്തിയും ഗോതമ്പും മുന്തിരിവള്ളിയും പരിജ്ഞാനത്തിന്റെ പുത്തൻ മേച്ചിൽ പുറങ്ങൾ സൃഷ്ടിച്ചു. ഇരുളും വെളിച്ചവും കല്ലും അപ്പവും മീനും പാമ്പും ആടും ചെന്നായും കളയും ഗോതമ്പും പടകും കടലും എല്ലാം യേശുവിൻ്റെ സംവേദനത്തിൽ പ്രാമുഖ്യം നേടി. ദൈവരാജ്യത്തിൻ്റെ മഹത്വവും ശുശ്രൂഷയും വിശദീകരിക്കുവാൻ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രകൃതി ദൃശ്യങ്ങൾ യേശുവിൻ്റെ പ്രഭാഷണങ്ങളിൽ രൂപപ്പെട്ടു. ജ്ഞാനികൾ, ശാസ്ത്രിമാർ, പരീശന്മാർ, ധനികർ, ദരിദ്രർ, രോഗികൾ തുടങ്ങി എത്രയോ വ്യക്തികളാണ് യേശുവിനെ സമീപിച്ചത്. യേശു അവരെ മനസ്സിലാക്കി അവരുടെ ഭാഷയിലും ചിന്തയിലും ദർശനങ്ങൾ പങ്കിട്ടു. ശ്രോതാക്കളെ മനസ്സിലാക്കി സംവേദനം ശൈലി സൃഷ്ടിച്ച യേശുവിൻ്റെ മാതൃക കാലത്തും മഹത്തരമാണ്. അമാനിതരും അവകാശരഹിതരും തിരസ്കൃതരുമായ ജനങ്ങളുടെ പക്ഷം ചേർന്ന് യേശു മാതൃകാ സ്നേഹത്തിലും സമത്വത്തിലും ത്യാഗത്തിലും അന്തസ്സിലും പുതിയ സമവാക്യം പകർന്നു. അത് യഹൂദ മത സാമൂഹിക ഘടകങ്ങൾക്ക് വിരുദ്ധമായി ഫലപ്രദവും ക്രിയാത്മകവുമായ വ്യക്തി ബന്ധത്തിൽ അധിഷ്ഠിതമായിരുന്നു. യഹൂദ നിയമത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും സ്ഥാനത്ത് മനുഷ്യ ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഹൃദയപാഠം യേശു വിളിച്ചറിയിച്ചു. യേശുവിൻ്റെ സഹയാത്രികരായി പാപികളെയും സ്വീകരിച്ചു. പാപികളെ സ്നേഹിക്കുന്ന പുതിയ സംവേദന ക്രമ നേതൃത്വ ശൈലികളിൽ നടപ്പാക്കി. കാണാതെ പോയവരും എളിയവരും ദരിദ്രരും യേശുവിൻ്റെ ഹൃദയസ്പർശനം അനുഭവിച്ചു. യേശുവിൻ്റെ പുത്തൻ സംവേദന ശൈലിയിൽ യഹൂദർ ആശ്ചര്യപ്പെട്ടു എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. സംവേദന പ്രക്രിയകൾ ശ്രോതാക്കൾക്കും പങ്കാളിത്തം നൽകിയുള്ള രീതി ശാസ്ത്രീയമാണ് യേശു അവതരിപ്പിച്ചത്. ശ്രോതാക്കൾക്ക് സ്വതന്ത്രമായി ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ അവസരം നൽകി. ചോദ്യങ്ങൾക്ക് ബദൽ ചോദ്യങ്ങൾ ഉന്നയിച്ചും പ്രസ്താവനകൾ രൂപപ്പെടുത്തി ചിന്തിക്കുവാനും ദൗത്യത്തിൽ പങ്കുചേരുവാനും ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുവാനും യേശു പരിശീലിപ്പിച്ചു. അതിനായി ലളിതവും കൃത്യവും മധുരവുമായ ഭാഷാശൈലി ഉൾച്ചേർത്തു. വാമൊഴികൾ സാധ്യമായ സർവ സമ്പ്രദായങ്ങളും യേശു ഫലപ്രദമായി ആവിഷ്കരിച്ച് മനുഷ്യ ജീവിതവുമായി അഗാധമായി സംവദിച്ചു. ഈ പ്രഭാഷണത്തിൻ്റെ ഭാഷാ സൗന്ദര്യവും ദർശനവും എത്ര ഉദാത്തമാണ് എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായം വായിക്കുമ്പോൾ നമുക്കത് ക്ലിയറാവും. അവ വ്യക്തിതല ബന്ധങ്ങളിലും സാമൂഹിക ദർശനങ്ങളിലും സംഘാതമായ നേതൃശേഷിയും പരിവർത്തന ദർശനവും ലക്ഷ്യമിടുന്നതായും നമുക്ക് മനസ്സിലാവും. യേശുവിൻ്റെ സംവേദനത്വം പങ്കിട്ടത് അത്യുത്കൃഷ്ടമായ നേതൃത്വ ശൈലിയാണ്.
ആത്മാഭിമാനം, ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും പകരുന്ന ശുശ്രൂഷയുടെ വേദപാഠങ്ങൾ ശുശ്രൂഷകർ ആകണം, ശുശ്രൂഷക്കാരൻ ആകണം എന്ന് യേശു പ്രബോധിപ്പിച്ചു. യേശു പങ്കിടുന്ന ശുശ്രൂഷയുടെ മാതൃക ആത്മപരിത്യാഗത്തിൻ്റെയും ആത്മബലിയുടെയും ആണ്. പീഡനങ്ങളെ സ്വയം അതിജീവിച്ചെങ്കിൽ മാത്രമേ ഉത്തമ നേതൃത്വ ദർശനം യാഥാർത്ഥ്യമാകുകയുള്ളൂ. മരുഭൂമിയിൽ കഠിന പരീക്ഷകളെ അതിജീവിച്ച് സ്വത്വം വെളിപ്പെടുത്തിയപ്പോൾ ദൂതന്മാർ അടുത്ത് ചെന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന പുറപ്പാട് പുസ്തകം 3:14 ദൈവം മോശയോട് നൽകിയ വെളിപ്പെടുത്തലിൻ്റെ പ്രതിധ്വനി ഈ അതിജീവനത്തിലുണ്ട്. യേശു സ്വത്വം വെളിപ്പെടുത്തി ജനങ്ങളെ തൻ്റെ ദൗത്യത്തിലേക്ക് ഒട്ടിച്ചു ചേർത്തു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ജനങ്ങൾ യേശുവിൽ വിശ്വസിച്ചു. വിശ്വാസത്തിൻ്റെ ആന്തരിക നങ്കൂരങ്ങളിൽ ജനങ്ങൾ സുരക്ഷിതത്വം അനുഭവിച്ചു. യേശുവിനെതിരെ ആക്ഷേപങ്ങളും അപവാദങ്ങളും പ്രചരിച്ചപ്പോഴും വാദങ്ങളിൽ നിന്ന് അകന്നു നിന്നു. എതിർവാദങ്ങൾക്കായി സമയവും ഊർജവും പാഴാക്കിയില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എല്ലായിടവും യേശു നിർഭയനായി പ്രവർത്തിച്ചു. പദവികളും അധികാരങ്ങളും നിരാകരിച്ച് തിരസ്കൃതർക്ക് പക്ഷം നിന്നു. എപ്പോഴും ജനങ്ങൾക്ക് ഒപ്പം സഞ്ചരിച്ച് ദൃശ്യനും സമീപസ്ഥനുമായി മീൻപിടുത്തക്കാരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി. സംവേദന ശേഷിയും നേതൃത്വ പാഠവും അവർക്ക് യേശു പങ്കിട്ടു. അതിനായി ദീർഘവീക്ഷണത്തോടെയുള്ള പ്രബോധനവും, അതായത് ടീച്ചിങ്, പ്രഭാഷണവും, അതായത് പ്രീച്ചിങ്, സൗഖ്യദായക ശുശ്രൂഷയും, അതായത് ഹീലിംഗ് അനിവാര്യമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സമ്പൂർണമായ ഹൃദയാർപ്പണത്തിലേക്ക് നയിച്ചു. എൻ്റെ നാമത്തിൽ നിങ്ങൾ കിട്ടുന്നതെല്ലാം കെട്ടപ്പെടുമെന്നും ഉപദേശിച്ചു. ശിഷ്യരെ വിശ്വസിച്ച് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു. സ്നേഹം, സഹനം, ക്ഷമ, ശുശ്രൂഷ, ശിഷ്യത്വം എന്നിവയെക്കുറിച്ച് പുത്തൻ മാനദണ്ഡങ്ങളും അളവുകോലുകളും യേശു രൂപപ്പെടുത്തി. കാഴ്ചകളാക്കി ശിഷ്യന്മാരുടെ സർഗശേഷി വികസിപ്പിച്ചു. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതോടെ ശിഷ്യന്മാർക്കൊപ്പം താമസിച്ച് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പരസ്യമായും രഹസ്യമായും അവരെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും വിമർശിക്കുകയും ചെയ്തു. എന്നാൽ അവർക്കിടയിൽ സ്വയം ദാസനായി തീർന്നു. ശത്രുക്കളെ സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ശുശ്രൂഷിക്കുവാനും കുരിശ് വഹിക്കുവാനും ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചു. നേതാവ്, ശുശ്രൂഷകൻ, ഗുരു എന്നീ നിലകളിൽ യേശുവിൻ്റെ നേതൃത്വം ലോകത്തെ കീഴടക്കി. യേശു പങ്കിട്ട ദാസ നേതൃത്വം പ്രബോധനങ്ങളിൽ ശക്തിപ്പെട്ടു. വാക്കിലും പ്രവൃത്തിയിലും വിനീതനും വിശ്വസ്തനുമായ ദാസനായി. ക്രിസ്തു കേന്ദ്രീകൃതവും സേവന സന്നദ്ധവും പരിവർത്തനോന്മുഖ ദർശനവും ഉൾക്കൊണ്ട് കാലസൂചനകളെ വിവേചിച്ചറിയുന്ന നേതാക്കന്മാർക്കായി കാലം കാത്തിരിക്കുകയാണ്. അഗ്നി പരീക്ഷകളിൽ ആത്മബലിയായി തീർന്ന് ജീവിതത്തെ സ്ഫുടം ചെയ്യുന്ന ജീവന നേതൃദർശനമാണ് യേശു അവതരിപ്പിച്ചത്. സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും പാതയിൽ ക്രൂശും വഹിച്ച് കാൽവറി ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്തെങ്കിൽ മാത്രമേ ലോകത്ത് ജീവനും വെളിച്ചവും പകരുവാൻ കഴിയൂ. മനുഷ്യൻ്റെ സ്വഭാവവും ദൈവം സ്വീകരിക്കുക എന്നത് വലിയ താഴ്മയാണ്, ഒരു ശൂന്യമാക്കലാണ്, മഹത്വത്തെ പിച്ചി ചീന്തി എറിയുന്ന പ്രവൃത്തിയാണ്. മൗലികമായ ദൈവീക മഹത്വത്തിൻ്റെ തിരസ്കരണം. ഒരു പ്രത്യേക ഭൗമിക നേതൃത്വം യേശു സൃഷ്ടിച്ച് നമ്മെ എവരെയും കാണിച്ചു. ഇതൊക്കെയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും അതിന് പ്രകാരം നമ്മൾ പിന്നീട് പ്രാർത്ഥിക്കുകയും മക്കളെ ആ രീതിയിൽ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്ത് മുമ്പോട്ട് അടുത്ത തലമുറയെ ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബമായി നയിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ദൈവം ആരാണ് എന്ന്. ഈ സോൾമേറ്റി ആണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. അവൻ ദയാലുവാണ് എന്ന് നമുക്ക് മനസ്സിലാവും.
അതൊക്കെയും മനസ്സിലാക്കി നമ്മൾ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.